ഋതു സിനിമയ്ക്ക് വരണ്ടോ? എന്തിനാ അത്? ഗായ്സ്, അപ്പൊ ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ് നരിവേട്ടയ്ക്ക്. അപ്പൊ എങ്ങോട്ടാ? ഏത് സിനിമയാ? ഏത് സിനിമയാന്നറിയോ ഋതു? മിന്നൽ വേള. അത് കാണാനാ നമ്മള് പോണേ. അപ്പം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നരിവേട്ടയ്ക്ക് സെക്കൻഡ് ഷോയ്ക്കാണ്. സമയം 9:04 9 മണിക്കാണ് ഷോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ചേട്ടൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഫാസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റ് വാങ്ങാനായിട്ട് ചെന്നപ്പോഴാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറിൽ ചേട്ടൻ പറഞ്ഞത് 9:15 ഷോ എന്ന്. അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഋതുവിന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ ഋതുവിൻ്റെ അടുത്ത് നിൽക്കണം കേട്ടോ. ഋതുവിൻ്റെ അച്ഛൻ ആദ്യമായിട്ടാണ് അമ്മയുടെ കൂടെ ഒരു ഫിലിമിന് പോകണം കേട്ടോ. ഞങ്ങളല്ല, ഞാനും ഋതുവും. ചേട്ടൻ പോയിട്ടുണ്ടാവും. അമ്മ ലാസ്റ്റ് കണ്ട സിനിമ ദൃശ്യമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അതായത് 2013 ദൃശ്യം റിലീസായിട്ടുള്ളത്. അപ്പോൾ ഏറെക്കുറെ ഒരു 10-12 കൊല്ലമായിട്ടുണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഫിലിമിന് പോണത്. ആൾ ഉറങ്ങാൻ വരണതാണ് കേട്ടോ. പ്രത്യേകിച്ച് സെക്കൻഡ് ഷോയൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഉറങ്ങും. ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കൂടെ വന്നതായിരുന്നു. പക്ഷെ ആൾ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. ഫിലിം കാണാനിരുന്നിട്ടുണ്ടായിരുന്നു. ഋതു പറഞ്ഞത് പോപ്കോൺ കഴിക്കാനായിട്ടാണ് കേട്ടോ. പിന്നെ ഈ പാട്ട് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, മിന്നൽ വള. അതും കൂടി കാണാമെന്ന് വെച്ചിട്ടാണ് കുട്ടിയിരിക്കുന്നത്. പാട്ട് വരുന്നില്ലല്ലോ എന്നിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ടോവിനോ ഫാനും കൂടിയാണ് കേട്ടോ. അപ്പം ഞാൻ ടോവിനോട് ഫിലിം വരുന്നതിന് മുന്നേ നോക്കിയിരിക്കാറുണ്ട്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വയലൻസ് ആയിട്ട് തോന്നിയോണ്ട് ഞാൻ കാണാതെ വെച്ചേക്കായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ പോയി കണ്ടിട്ടോ. പക്ഷെ നല്ല പടമായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. കുറച്ച് സീൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഡെപ്തിൽ കൊള്ളുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ടായിരുന്നു. അതാ തോന്നുന്നു ഈ ഫിലിമിൻ്റെ ഒരു വിജയം തന്നെ. സോങ് ഫസ്റ്റ് ആയതുകൊണ്ട് ഋതുവിന് സോങ് കാണാൻ പറ്റിയിട്ട് കുട്ടി കട്ട വെയിറ്റിംഗ് സോങ്ങിനായിരുന്നു. പിന്നെ ഋതു ഉറങ്ങിയിട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.